ഇസ്രയേലിന് കൊള്ളിവെക്കാൻ കൃത്യമായി അറബ് രാജ്യങ്ങൾക്ക് പുതിയ ഒരു വഴി ഒത്തുകിട്ടിയിരിക്കുകയാണ്. അറബ് രാജ്യങ്ങൾ നേരത്തെ ഇസ്രയേലിനെതിരെയുള്ള നീക്കത്തിൻ്റെ ഭാഗമായി അറബ് ഉച്ചകോടി നടന്നതാണ്. അതിൽ ഇറാൻ പങ്കെടുത്തു, ഇറാൻ്റെ വിലയേറിയ അഭിപ്രായങ്ങൾ സ്വീകരിച്ചതാണ്. പക്ഷെ പിന്നെ എന്തുകൊണ്ടോ അതിൻ്റെ ഒരു ഫർദർ മൂവ്മെൻറ്റ് നല്ലവണ്ണം നടന്നില്ല എന്നൊരു തോന്നലുണ്ടായി. ഇസ്രയേൽ പഴയ പണി പോലെ തന്നെ അവർ വീണ്ടും ഫലസ്തീനെ ആക്രമിക്കുന്നു. ഞങ്ങൾ എന്തോ കൊടുക്കേണ്ട ദാനമാണ് ഫലസ്തീനുള്ള സമാധാനം എന്ന് പറയുന്നു. ഇസ്രയേലിൻ്റെ ഈ തെമ്മാടിത്തരത്തിന്, ഈ അഹങ്കാരത്തിന് ചുട്ട മറുപടി കൊടുക്കാൻ വേറെ ആരും ഇല്ലാതെ പോയോ എന്ന ചോദ്യമുണ്ട്. അതുകൊണ്ടാണ് ഉർദോഗനെ പോലുള്ളവർ അതിശക്തമായി യൂറോപ്യൻ യൂണിയനോട് പറഞ്ഞത്, നിങ്ങൾ ഏതൊക്കെ രീതിയിലുള്ള തീരുമാനമെടുത്താലും ശരി, ഫലസ്തീന് ദോഷകരമാകുന്ന രീതിയിലുള്ള ഈ സമ്പ്രദായത്തെ അംഗീകരിക്കാൻ കഴിയില്ല. റിസബ് തായിബ് ഉർദോഗൻ്റെ സ്റ്റേറ്റ്മെൻറ്റുകളെല്ലാം വളരെ ക്ലിയറാണ്. ഉർദോഗൻ പറഞ്ഞത് എന്താണ്? ഇത് ഏത് രീതിയിലും വെച്ച് അവസാനിപ്പിക്കണം. ഈ ഇസ്രയേലിൻ്റെ വംശഹത്യ നീക്കം അത് ലോക മനസാക്ഷിയെ മുഴുവൻ സ്തംഭിപ്പിക്കലാണ്. യുക്രൈനെതിരെ ആക്രമണം നടത്തുമ്പോഴും റഷ്യ നടത്തുന്നത് വംശഹത്യാ നീക്കമല്ല. റഷ്യ ഉക്രൈനെ ആക്രമിക്കുന്നത് റഷ്യയുടെ നിലനിൽപ്പിൻ്റെ വിഷയവുമായി ബന്ധപ്പെട്ട കാര്യമാണ്. റഷ്യക്ക് ഉക്രൈനിൽ നടക്കുന്ന ആണവ പദ്ധതികളുമായി ബന്ധപ്പെട്ട ഡെവലപ്മെൻറ്റ്സ് അത് യൂറോപ്യൻ യൂണിയൻ്റെ സ്പോൺസർഷിപ്പ് പ്രോഗ്രാമാണ്, ഫ്ലാഗ്ഷിപ്പ് പ്രോഗ്രാമാണ് എന്ന് ബോധ്യമായതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരം പദ്ധതികൾ സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി വ്ളാഡിമിർ പുടിൻ രണ്ടും കൽപ്പിച്ച് മുന്നോട്ട് പോയത്. സെർജി ലാവ്റോവും വ്ളാഡിമിർ പുടിനുമൊക്കെ റഷ്യയിൽ എടുക്കുന്ന തീരുമാനങ്ങൾ പലപ്പോഴും വളരെ വിയേർഡായി, വളരെ വിരോധാഭാസമായി ഒക്കെ പലരും പറയുന്നുണ്ടെങ്കിലും യാഥാർത്ഥ്യം എന്തെന്നാൽ ഇത്രയും വലിയ തകർച്ചയിൽ നിന്നും വളരെയധികം ശക്തമായ ഒരു ഫീനിക്സ് പക്ഷിയെ പോലെ റഷ്യ ഇപ്പോഴും മുന്തി നിൽക്കുകയാണ്, പിടിച്ചു നിൽക്കുകയാണ് അമേരിക്കയോടൊപ്പവും മറ്റു രാജ്യങ്ങളോടൊപ്പവും. സാമ്പത്തികപരമായി അവരെ ഒരുപാട് ഞെരുക്കാൻ ശ്രമിക്കുന്നു. ഉക്രൈൻ റഷ്യ യുദ്ധം വന്നപ്പോൾ സാമ്പത്തികപരമായിട്ട് നമ്മുടെ രാജ്യം ഇന്ത്യയാണ് സഹായിച്ചത്. നമ്മുടെ രാജ്യം വലിയ തോതിൽ റഷ്യയിൽ നിന്നും എണ്ണ ഇറക്കുമതി ചെയ്തു. ആപത് ബാന്ധുരനായി സഹായിക്കാൻ ചെല്ലുന്നതിന് കൃത്യമായ കാരണമുണ്ട്. റഷ്യ പണ്ട് നമ്മളെ പല ഘട്ടങ്ങളിലും, വിഷമം പിടിച്ച ഘട്ടങ്ങളിലും അവർ സഹായ രക്ഷയ്ക്കായി എത്തിയിട്ടുണ്ട്. സോവിയറ്റ് യൂണിയൻ തകർന്നു കാണണം എന്ന് ആഗ്രഹിച്ച രാജ്യങ്ങൾ അവർ ആഘോഷം നിർത്തുന്നില്ല, അതിൻ്റെ ഹാങ് ഓവറിലാണ്. എന്നാൽ സോവിയറ്റ് യൂണിയൻ തിരിച്ചു വരുമോ എന്ന ആശങ്കയും അവർക്കുണ്ട്. അറബ് രാജ്യങ്ങൾ ഉൾപ്പെടെ ഒന്നടങ്കം പറയുന്നു, വരണം, തിരിച്ചു വരണം, സോവിയറ്റ് യൂണിയൻ തിരിച്ചു വന്നേ മതിയാവുകയുള്ളൂ.